അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് തുർത്തുക് വില്ലേജിലാണ്. ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജിലാണ് ഉള്ളത്. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇനി ഇവിടുന്ന് നേരെ സത്യം പറഞ്ഞ പ്ലാനൊന്നുമില്ല, പാങ്ങോങ്ങിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി വേറെ എവിടേക്കെങ്കിലും പോകാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ അങ്ങോട്ട് വിടുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകുമ്പോൾ കാണാം. നമ്മളെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്ന് നമ്മൾ പാങ്ങോങ്ങിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ പറയുക, ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രണ്ട് സൈഡ് ഉണ്ട് വില്ലേജിന്. അതിൽ നമ്മൾ ഇന്നലെ റൈറ്റ് സൈഡിലുള്ള സൈഡ് പോയി ഇന്ന് ഈ വില്ലേജിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ ആൾക്കാർ എണീക്കാനും പണിക്ക് പോകാനൊക്കെ ഒരു 9 മണിയാവും. അപ്പോൾ നമ്മളെ അടുത്തുള്ള ആ ഷോപ്പിലത്തെ ആൾ വന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് ഇങ്ങനെ റൂട്ട് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇനി ഇത് കാണാം. ഇതൊന്ന് കണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ അടിക്കും. ഇല്ല ഇത് കണ്ട് കഴിഞ്ഞു പെട്ടെന്ന് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പാങ്ങോങ്ങിലേക്കൊക്കെ വെച്ച് പിടിക്കും. ഇവർ പറയണത് 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പാകിസ്ഥാനിൽ പോയിട്ട് പിന്നെ ഇന്ത്യ പാക് വാറിൻ്റെ ശേഷം ഇവർ ഇന്ത്യക്ക് തിരിച്ചു വന്ന ആൾക്കാരാണെന്നാണ്. आपको रिलेटिव्स उधर है पाकिस्तान में? रिलेटिव्स എന്ത് ഹിന്ദി അറിയാ? आपको फैमिली പാകിസ്ഥാൻ में? അവരുടെ കൊറേ ഫാമിലി പാകിസ്ഥാനിലുണ്ടെന്നാണ് അവർ പറയണത്. വേറെ ആള് പറഞ്ഞു നമ്മളോട് ഇന്നലെ ആ വ്യൂ പോയിന്റ് അവിടെ പോയപ്പോൾ പറഞ്ഞു അവരുടെ അങ്കിളൊക്കെ അവിടെ പാകിസ്ഥാനിലാണെന്ന്. ഇവരിത് കണ്ടറിഞ്ഞ ആളാണ്, കാരണം അത്രയും ഏജ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ശരിക്കും പാകിസ്ഥാനിൽ പോയി വന്ന ഒരു ഇതാക്കെ അറിയാൻ പറ്റും. ഇത് രണ്ട് സൈഡാണെങ്കിലും ഒരു വില്ലേജിൻ്റെ തന്നെ രണ്ട് സൈഡാണ്, പക്ഷെ ഇത് രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അവിടേക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു ഇവിടെ പാലസ് മാത്രമേ ഉള്ളൂ, അതാണ് ശരിക്കും വില്ലേജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഇവിടെ ശരിക്കും ഒരു പാലസ് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ അല്ല, അവിടെ ഇതൊരു വില്ലേജ് പോലെ തന്നെ ഒരു എന്താ പറയുക വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ആ വില്ലേജിൽ നിന്ന് ഒന്നുകൂടെ ഭംഗിയല്ല, ആ ഭാഗമായിരുന്നു ഒന്നുകൂടെ ഭംഗി. ഈ വില്ലേജ് ഇല്ലേ, തുർത്തുക് വില്ലേജ്, ഇവിടെ ആപ്രിക്കോട്ടിൻ്റെ ഒരു ലോകം തന്നെയാണ്. കാരണം എവിടെ നോക്കിയാലും ആപ്രിക്കോട്ട്, മൾബറി ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. കുറെ നമ്മൾ എടുത്ത് തിന്നണുണ്ട്. അത് എടുത്ത് തിന്നണ്ട് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഇവിടെ ഇത് നോർമലാണ്. നമ്മൾ താഴെ വീണതും അങ്ങനത്തെ ഒക്കെയാണ് എടുത്ത് തിന്നുന്നത്. പിന്നെ പൊട്ടിച്ച് തിന്നണ ഓരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ പൊട്ടിച്ച് തിന്നണത്. അപ്പോൾ നമ്മളിവിടെ പാലസ് ഉണ്ട് പറഞ്ഞിട്ട് പാലസ് കാണാൻ പോവാണ്. കാണാൻ പോണ വഴി ഇതാ ഫുള്ളിങ്ങനെ വില്ലേജ് കൂടെ ഇങ്ങനെ. സത്യം പറയാലോ, ഒരു കുറച്ച് കാലങ്ങൾ പുറകോട്ട് പോയി നമ്മളൊക്കെ ഒരു വില്ലേജിലുള്ള ഉണ്ട് എന്നുള്ള, ഇത് എൻ്റെ വില്ലേജാന്നുള്ള ആ ഒരു ഫീല് വരുന്നുണ്ട്. അത്രയും ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചിട്ടേ, ഇവിടെ നിന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. മേലല്ലോ യാബ്രോ പാലസ് ആൻഡ് മ്യൂസിയം. ഇങ്ങോട്ടാണ് അപ്പോൾ പാലസ് ആൻഡ് മ്യൂസിയം ഉള്ളത്. ഹെറിറ്റേജ് ഹൗസ് ആൻഡ് മ്യൂസിയം എന്തുണ്ട്. അപ്പം നമുക്ക് മ്യൂസിയം പ്ലസ് പാലസ് കണ്ടിട്ട് വരാം. നമ്മളിതാ ഒരു ഗുഹ പോലത്തെ വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ വീട്ടിലേക്കുള്ള വഴിയാണ് തോന്നുന്നുണ്ട് ശരിക്ക്. ഇതന്നെ വില്ലേജ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇതാണ് വില്ലേജ്. അടിപൊളി, കറക്റ്റ് ആ ഒരു പഴമ കണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഇന്നലെ പോയ വില്ലേജ്, അതായത് ആ സൈഡിലുള്ള വില്ലേജ് ഇല്ലേ, ഒരുപാട് കാണാനുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ കുറച്ച് ഉണ്ടാവുള്ളൂ, കാരണം ഇടയ്ക്ക് നമ്മളെ ഫോണൊന്ന് ഓഫായിപ്പോയി. ഓഫായിട്ട് ചാർജ് കയറാത്തൊരവസ്ഥ വന്ന്, അത് കാരണം നമ്മൾ കുറച്ച് എടുത്തിട്ടില്ല. പക്ഷെ ഓഫ് ആവുന്നതിന് മുന്നേയും ഓൺ ആയതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ഭംഗിയുള്ള വഴി, ഇതേപോലത്തെ വഴിയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്രിക്കോട്ട്, മുന്തിരി, ചെറി, ആപ്പിള്, വാൾനട്ട്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇവിടെ നോർമലായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ചക്ക മാങ്ങ ഒക്കെ ഉണ്ടാവില്ല, അതേപോലെ നോർമലായിട്ട് ഇവിടെ അങ്ങനത്തെ ഉണ്ടാവുന്നുണ്ട്. അതിലിതാ മുന്തിരിവള്ളിയാണിത്. കുറേ മുന്തിരികളുണ്ട്, പക്ഷെ ഒക്കെ പച്ചയാണ്. പിന്നെ അത് ആപ്പിളാണ്.
ഇവിടെ ഇതാ ചെറി കൊറേ മണാലിന്ന് കണ്ട ചെറിയുള്ളത് അല്ല മണാലി അല്ലല്ലോ കാശ്മീർന്ന് കണ്ട ചെറിയുള്ളത് ഇത് വേറെ ചെറി ഇവിടെ തുർത്തുക് വില്ലേജിലുള്ള വേറെ ആയിട്ട് ചെറി ഇവിടെ ഇതാ ഇപ്പോൾ ഫുള്ള് കോട മഞ്ഞ് ചെറിയ കുഞ്ഞു മഴ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോഴത്തെ ഇവിടെ ഇതാ ആപ്രിക്കോട്ട് ഒരു മരത്തിൽ തന്നെ എത്ര പോരം ആപ്രിക്കോട്ട് കാണുന്നു നോക്ക് എന്തൊക്കെ പറിച്ചു തിന്നതാ നല്ല ടേസ്റ്റ് പച്ചായിട്ടാ ടേസ്റ്റ് കൊത്താൻ നമ്മള് പാലസും തപ്പി എങ്ങോട്ടോ പോയിക്കണേ സത്യം പറഞ്ഞിട്ടാണ് ഈ പാലസിന്റെ മുന്നിൽ കൂടി ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയിക്കണത് എന്നാലും നമ്മൾ മുന്നിൽ കൂടി പോയിക്കണത് അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല പിന്നെ ഇത് 10:30 ശരിക്കും തുറക്കുക പക്ഷെ നമ്മളിവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് വേണ്ടി ഇത് ഓപ്പൺ ആക്കി തന്നു പിന്നെ പാലസിനുള്ളിൽ പോവാം നമ്മളവിടെ പോയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിൽ 200 രൂപ പിന്നെ നമ്മൾ കയറിയില്ല വെറുതെ എന്തിനാ നമ്മൾ ഈ കണ്ടതിനുള്ളൂ അവിടെ ഉള്ളിലും കാണാനുള്ളത് പിന്നെ നമ്മൾ കയറിയില്ല നമുക്ക് ഇനിയിപ്പോൾ അതേ നമുക്ക് പാങ്ങോങ് പോവാം അതാ ബെറ്റർ ഇവരിതാ ഈ വില്ലേജില്ലേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നടക്കുന്ന ഈ ഒരു ഭാഗത്ത് സൈഡിലുള്ള ആ വെള്ളം എടുത്തിട്ട് ഫുള്ള് ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ എന്നാലും ഈ മഴയും വെള്ളമൊക്കെ ആയിട്ട് ആകെ ചളിപ്പിളി ആവുകയാണ് ഇതെന്തോ ഗാർലിക്കാണ് മൗണ്ടൻ ഗാർലിക്കാണ് അത് വേണ്ട ബദാം പോലെ മൗണ്ടൻ ഗാർലിക് ആണ് ഇത് തിന്നാൻ കഴിയുന്നാണ് ആള് പറഞ്ഞു ഇങ്ങനെ കഴിക്കലാണെന്ന് കഴിച്ചു നോക്കാം അപ്പൊ നമ്മൾ അവിടുന്ന് പോന്നു നമ്മള് എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചു നമുക്ക് ഇവിടെ കുറച്ച് വില നല്ല കൂടുതലാണ് ഇവരൊന്നാമത് ഇവർക്ക് ഇതാണ് ബിസിനസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്രിക്കോട്ടിനൊക്കെ കുറച്ച് വില കുറക്കട്ടോ കാരണം ഇവിടെ ചക്ക പോലെ ഉണ്ടാവുകയാണ് വെറുതെ വീണ് നാശമാവുകയാണ് താഴെ നമ്മളിപ്പോൾ അതിനേക്കാളും തിന്നിട്ടുണ്ടാവും പക്ഷെ അതിനൊക്കെ തന്നെ ഒരു 100 രൂപയാണെങ്കിൽ ഓക്കെ അതിന് 200 രൂപ പറഞ്ഞത് ആപ്രിക്കോട്ടിൻ്റെ ഒരു പാക്കിന് കാശ്മീരിൽ വരെ റേറ്റ് കുറവുണ്ട് ഇവിടെ നല്ല റേറ്റുമാണ് ഇവരെ ബിസിനസ്സിന് അതാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ വേറൊരു കാര്യം ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആകെ 6 മാസം ഇവിടെ ബിസിനസ് നടക്കുള്ളൂ ബാക്കി 6 മാസം ഇവിടെ മഞ്ഞായത് കാരണം ഇങ്ങനെ എൻട്രി നടക്കൂല അത് കാരണം ഇവർ ഈ 6 മാസത്തിൽ ആ 6 മാസത്തിനും കൂടി ഉള്ളത് ഇവർ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്കൊരു പാവം തോന്നും ചെയ്യും പിന്നെ നമ്മൾ ഈ 2 വില്ലേജ് പോയ സ്ഥിതിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വില്ലേജാണ് നല്ല ഇഷ്ടമായത് കേട്ടോ അതായത് ഇങ്ങനെ പറഞ്ഞാ പാലസ് ഇല്ലാത്ത വില്ലേജ് അത് ശരിക്കും ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞത് ഈ വില്ലേജാണ് വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ വില്ലേജിലാണ് അതാണ് അടിപൊളി ഇതിനൊക്കെയും ഇത് പറയുമ്പോൾ രസമുണ്ട് പക്ഷെ ഇതിൻ്റെ അത്ര രസമില്ല അപ്പം നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സൈഡാണ് ശരിക്കും കാണേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവുകയാണ് വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് അപ്പോൾ നമ്മൾ ഇവിടെ അവിടത്തിനെക്കാട്ടി വൈബ് ഉണ്ട് അല്ലെങ്കിൽ അവിടുത്തെ അതേ വൈബാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് വൈബ് അത്ര ഇഷ്ടമായില്ല അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇനി പാങ്ങോങ്ങിലേക്ക് പിടിക്കാം അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഫുൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അല്ല ഫുള്ള് സെറ്റൊന്നല്ല ഇതാ കയറിത് കിടക്കണ് ഇതാ ഈ സാധനങ്ങൾ എടുത്ത് വെക്കാണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഇതിവിടെ എടുത്ത് വെക്കാൻ മറന്നുപോയി അതാണ് ഉണ്ടായത് സാരമില്ല നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് പോവാണ് ഞാൻ നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് അതും ഇവിടെ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജിൽ പോണ വഴിക്ക് ഇതാ നാട്ടിൽ എവിടെയാ നമ്മൾ പറയില്ലേ എവിടെ ചെന്നാലും ഒരു മലയാളിനെ കാണാൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇതാ ഒരു മലയാളിന്റെ നാട്ടിലെവിടെയാ നമ്മൾ നാട്ടിൽ മലപ്പുറത്താ
ഇതുവരെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടായതുകൊണ്ട് നല്ല വൈബ് അടിച്ച് ആസ്വദിച്ച് വരുമായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടി അടിപൊളി സ്ഥലം. നമ്മളപ്പോ പോണീന്റെ ഇടയ്ക്ക് ഒരു ഈവനിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 മണിയല്ല, ഒരു 5-6 മണി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അധികം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നല്ലൊരു സ്പോട്ട് കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണേ എന്തിനീ അടിപൊളി സ്പോട്ട് കളയണം, മിസ്സാക്കണം. അപ്പൊ നമ്മള് ഇവിടെ റിവറിന്റെ അടുത്ത് ടെന്റ് അടിച്ചാലോ എന്നാണ് പ്ലാന്. ഞാനൊന്നുമില്ല, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് പോണ്. നൈസ് സ്ഥലോ, അടിപൊളി. അപ്പൊ നമുക്ക് ടെന്റ് ഇട്ടത് പോണ്, ടെന്റ് വിരിക്കാം. അത് കഴിഞ്ഞ് ഒന്ന് കുക്കൊക്കെ ചെയ്യാം. കല്ലുണ്ട്, കല്ലൊക്കെ ഒന്ന് കല്ല് മാറ്റി അടിയിൽ വിരിച്ചിട്ട് വേണം ഇവിടെ ഇടാൻ. എന്നാലാണ്. ഏത് സാധനം? എല്ലാ സാധനങ്ങളും നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ? അത് വിരിക്കണ്ടല്ലോ, കല്ലൊക്കെ ഒന്ന് മാറ്റിയാ പോരെ? ടെന്റ് ഇതാ എടുക്കുന്നു, തുറക്കുന്നു, വിരിക്കുന്നു. ആഹാ, എന്താ സുഖല്ലേ. റൂം തപ്പണ്ട. അതെ, നൂല് നൂല് നൂല്. പക്ഷെ നല്ല കാറ്റുണ്ടല്ലേ. അല്ലാ, ഗ്രാസ് നമ്മള് കാറ്റ് കാരണം എന്താ ചെയ്ത്, 2 ബാഗ് ലഗേജ് മൊത്തം ടെന്റിന്റെ ഉള്ളിൽ കയറ്റി. ആ ലഗേജ് മൊത്തം നമ്മള് ടെന്റിന്റെ ഉള്ളിൽ കയറ്റി. എന്നിട്ട് നമ്മള് അവിടെ കിടന്നു. 2 സൈഡില് ഹെൽമെറ്റ്, 2 സൈഡില് ബാഗും. നൈസായിട്ടൊന്ന് വീഴാൻ പോയതാ. എന്റെ നല്ല കാറ്റുണ്ട് ഇവിടെ അടിക്കാന്. അപ്പൊ നമ്മള് ആണി വെച്ചിട്ട് അടിക്കാണ് ഇവിടെ. ഇതാ ആണി വെച്ച് അടിച്ചോണ്ടിരിക്കുന്നു. ഇത് നിക്കുവോ? നിക്കുന്നില്ലല്ലോ. എവിടെ? ഈ സൈഡാ? മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ആണിയിലിതാ ഉറച്ചു നിക്കണുണ്ട്. ഇവിടെ ആണി മേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ. ഭയങ്കര ബുദ്ധി തന്നെ. സെറ്റാണ് സെറ്റാണ്. അപ്പൊ നീ ടെന്റിന്റെ ഉള്ളിൽ കയറില്ലേ? കുക്കിംഗ് ക്യാമ്പ് ഫയർ. ജി പറഞ്ഞ ഒന്നും ഇതിനുള്ളിൽ കേക്കുണ്ടാവില്ല. മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എത്ര കാറ്റിലും പറക്കാത്ത ടെന്റ് ഇതാ. നമ്മുടെ ടെന്റിന്റെ കാര്യം എന്താ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഉള്ളിൽ കയറിയാൽ മതി. മച്ചാൻ എന്തൊക്കെയാ പറയുന്നുണ്ട്, ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഈ കാറ്റിലേ ഇപ്പൊ നടന്നത് തന്നെ. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ വിരിച്ച് ഇനി ഇവിടെയാണ് സ്റ്റേ അടിക്കണത്. നമ്മളിവിടെ ദാ ഈ പുഴയും കണ്ട്
ഇങ്ങനെ ഉറങ്ങും. അടിപൊളി വ്യൂ ആണ്.